വാക്കാണ് കൂട്ടം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഒന്നിലാവാൻ ആഗ്രഹിക്കുന്നതും കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ജനങ്ങളാണ്. ഒരുമിച്ച് കൂടുന്നതിൻ്റെ മനോഹാരിതയാണ് ആ വാക്കിനെ ഏറ്റവും പ്രത്യേകത ഉള്ളതാക്കുന്നത്. അത് കൂട്ടത്തിൻ്റെ കൂടെ കൊയിലാണ്ടിയും കൂടെ ചേരുമ്പോൾ അത് ഭയങ്കര റൈമിംഗ് ആണ്. ആ റൈമിംഗ് ആവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ടും കായൽ തുടങ്ങുന്നതുകൊണ്ടൊന്നുമല്ല, പക്ഷെ കൊയിലാണ്ടിയുടെ ചരിത്രവും അതും ആ കൂട്ടത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ചരിത്രമാണ്. വൈദേശികമായി വന്നതിനെ പോലും ഹൃദയം നിറഞ്ഞ് സ്വീകരിച്ച് ആനയിച്ച ചേർത്ത് പിടിച്ച ഒരു ചരിത്രം കൊയിലാണ്ടിക്കുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 1498 കാപ്പാട് കടപ്പുറത്തിൻ്റെ ചരിത്രം മാത്രമല്ല, അതിൻ്റെ മുമ്പും ശേഷമൊക്കെ കൊയിലാണ്ടി ലോകത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുന്നു. ആ തുറന്നിട്ട വാതിലിലൂടെ കൊയിലാണ്ടിയിലേക്ക് ആളുകളെ, നമ്മുടെ നാട്ടിലേക്ക് ആളുകളെ സ്നേഹിച്ച് സ്വീകരിച്ചിരുത്തിയത് മാത്രമല്ല, ആ തുറന്നിട്ട വാതിലുകളിലൂടെ കൊയിലാണ്ടി ലോകമെമ്പാടും സഞ്ചരിക്കുന്നതിൻ്റെ കൂടെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കൊയിലാണ്ടി കൂട്ടത്തിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വന്നു ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ആ മനോഹരമായ ചരിത്രം, കൊടുക്കൽ വാങ്ങലുകളുടെ മനോഹരമായ ചരിത്രം, കൂടിച്ചേരലുകളുടെ മനോഹരമായ ചരിത്രം, കൂട്ടായ്മയുടെ മനോഹരമായ ഇടകൾ, അതെക്കാലത്തും ഇതുപോലെ സ്നേഹത്തോടെ എഴുതി ചേർക്കാൻ കൊയിലാണ്ടി കൂട്ടത്തിന് കഴിയട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും ആശംസയോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ വലിയൊരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. ഇവിടെ പറഞ്ഞു MP ഖത്തറിൽ നിന്ന് റിസ്ക് എടുത്ത് പിന്നെ ഇവിടെ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്നു എന്നുള്ളത്. വന്നാൽ എനിക്ക് കൊള്ളാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് വന്നത്. കൊയിലാണ്ടിയിലെ ആളുകളെല്ലാം കൂടെ ഇവിടെ ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ റിസ്ക് എടുക്കാതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് കാര്യമില്ല. പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരിടം ഞാൻ കളയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഞാനില്ലെങ്കിൽ ഈ പരിപാടി നടക്കുന്നതൊക്കെ എനിക്കറിയാം. അപ്പം നടക്കുമ്പോൾ ഞാനും കൂടെ വന്നാൽ എനിക്ക് നല്ലതെന്നുള്ളത്. പ്രത്യേകിച്ച് സന്തോഷമായിട്ട് കൊയിലാണ്ടിയോട് പ്രത്യേകിച്ചൊരു കാര്യം കൂടി ഉണ്ട്. എനിക്ക് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം തന്നിരിക്കുന്നത് കൊയിലാണ്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ കൊയിലാണ്ടിക്കാരെ കാണാൻ ഒരുമിച്ചിരിക്കുന്ന ഒരിടത്തെ സംബന്ധിച്ച് അതിൽ പങ്കാളിയാവുക എന്നുള്ളത് ഒരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം നേരത്തെ പോർച്ചുഗീസിന്റെ കാര്യം പറഞ്ഞു, ഗാമ വന്ന കാര്യം പറഞ്ഞു. യമനിൽ നിന്ന് ആളുകൾ വന്ന ചരിത്രത്തെ സംബന്ധിച്ചും ഈ പറയുന്ന കൊയിലാണ്ടിക്ക് പറയുന്നത്. പഴയ ഹുക്കയെ സംബന്ധിച്ച് എവിടെയോ പിന്നെ വായിച്ചു കേട്ടതിനെ സംബന്ധിച്ച് ഹുക്ക നിർമ്മിക്കുന്ന ആളുകൾ കൊയിലാണ്ടിയിലെ മിഷാരിമാർ ലോകപ്രസിദ്ധരായിരുന്നു എന്നുള്ളത്. ഇവിടുന്ന് അറബി കരവിരുതൊക്കെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് ആ നാടുകളിൽ പോലും തദ്ദേശീയമായിട്ട് അതിനെ വികസിപ്പിച്ച ആ നാടുകളിൽ പോലും വ്യാപാരം ഉണ്ടാക്കുന്ന തരത്തിൽ അവിടെ ഇത് ഡെവലപ്പ് ചെയ്തിരുന്നു. പണ്ട് ഈ ആഫക്കി തങ്ങളുടെ പരമ്പരയെ സംബന്ധിച്ചൊക്കെ പിന്നീട് യമനിൽ നിന്ന് ആളുകൾ വന്നതിനെ സംബന്ധിച്ചൊക്കെ ചേർത്ത് പറയുന്നുണ്ട്. അപ്പം ഇത് ഒരുപാട് ചരിത്രമുള്ള ഭയങ്കര ലെഗസിയുള്ള ഒരു മണ്ണാണ്. ഒരുപാട് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഒരു വ്യാപാര കേന്ദ്രമായി മുസ്ലിസിൻ്റെ ഒക്കെ കൊടുങ്ങല്ലൂരിൻ്റെ ഒക്കെ ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് അറിയപ്പെടുന്ന പോലെ അന്ന് നമ്മുടെ പന്തലായനി അന്ന് പ്രസിദ്ധമായിരുന്നു എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ പോർച്ചുഗീസ് പുസ്തകങ്ങളിൽ പണ്ടരാണി എന്താ പന്തലായനിയെ പറയുന്നത്, അന്തറീന ഇബ്നു ബത്തൂത്ത എഴുതിയതാണ്. പോർച്ചുഗീസ് പുസ്തകങ്ങളിൽ പണ്ടരാണി എന്ന് പിന്നെ ഉൾപ്പെടെ പറഞ്ഞു വെച്ചതായിട്ട് പറഞ്ഞു. ഇബ്നു ബത്തൂത്തയുടെ പുസ്തകങ്ങളിൽ വരെ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലെഗസി എന്താണോ എന്ന് ആലോചിച്ച് നോക്കുക, അതിന്റെ ചരിത്രം എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ആ ചരിത്രത്തെ അതിനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കൂട്ടം കൂടിയായിട്ട് കൊയിലാണ്ടി കൂട്ടം മാറുകയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇതിനിപ്പം ലോകത്തോട് കാര്യങ്ങൾ പറയാൻ കിട്ടുന്ന സമയം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. 30 സെക്കൻഡിനപ്പുറം കുട്ടികളുടെ അറ്റൻഷൻ ഫ്രെയിം മാറി അറിയാതെ അടുത്തതിലേക്ക് തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ ചരിത്രമൊക്കെ മറഞ്ഞു പോകാനുള്ള സാധ്യതകളും കൂടെ ഉള്ളപ്പോൾ എനിക്ക് തോന്നുന്നു കൊയിലാണ്ടി കൂട്ടത്തിന് ഏറ്റെടുക്കാൻ കഴിയാവുന്ന മനോഹരമായ ഒരു ദൗത്യം എന്ന് പറയുന്നത് കൊയിലാണ്ടിയുടെ ചരിത്രത്തെ അത് ചരിത്രകാരന്മാരുമായി ബന്ധപ്പെട്ട് ഗവേഷകരുമായി ബന്ധപ്പെട്ട് അതിനെ എല്ലാ കാലത്തേക്കുമുള്ളൊരു റെഫറൻസ് ഗ്രന്ഥം പോലെ ഒരു പുസ്തകം പുറത്തിറക്കാൻ ഈ കൊയിലാണ്ടി കൂട്ടത്തിന് കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരു സുവനീറിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഇപ്പൊ ഇവിടുന്ന് പിന്നെ ഇവരെന്നോട് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു, ബാക്കി ആൾക്കാരെല്ലാവരും സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അതിനപ്പുറത്തേക്ക് അതൊരു ചരിത്രത്തിൽ ഒരുപാട് ഏടുകളുണ്ട്. അതിങ്ങനെ മാഞ്ഞു മറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് കൊയിലാണ്ടി എന്ന് പറയുന്ന ഒരു താലൂക്കും അതിൻ്റെ അക്കാലത്തെ വ്യാപാര ഇടപാടുകളിലും ചരിത്രത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളും സംസ്കാരങ്ങളിലെ കൂടിച്ചേരലുകളും അതിനെല്ലാം പിന്നെ അടുത്ത തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന തരത്തിൽ തന്നെ ചില ഇടപെടലുകൾ നടത്താൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട. അപ്പം പിന്നെ കേളപ്പജിയെ പോലുള്ള മഹാരഥന്മാർ നടന്ന വഴികളാണ്
ഒക്ടോബർ 7 നാളെ അദ്ദേഹത്തിന്റെ ചരമദിനമാണ്. അപ്പം അതുപോലുള്ള വലിയ ചരിത്രത്തെ പിന്നെ ചേർത്ത് പിടിക്കേണ്ട ഈ കാലം അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ജാതിയുടെയും മതത്തിന്റെയും കക്ഷി രാഷ്ട്രീയത്തിന്റെയൊക്കെ അതിർവരമ്പുകൾക്കപ്പുറത്ത് എല്ലാവർക്കും ഇരിക്കാവുന്ന ഒരു പൊതു ഇടം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് ഇടങ്ങളുണ്ട്, ഒരുപാട് സ്പേസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഘടകം 100,000-ലധികം ആളുകൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കാണുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം നമുക്ക് കണക്ടിവിറ്റി നൽകുന്ന ഏറ്റവും വലിയ സൗകര്യങ്ങളിൽ